അതോ ബ്രോയുടെ കല്യാണം ഗണപതി കല്യാണമാണെന്നങ്ങ് ഉറപ്പിച്ചോ? നാളെ നീള എന്നതുപോലെ. ഇതൊന്നുമല്ല. ബ്രോയുടെ കല്യാണം അവിടെ നിൽക്കട്ടെ. നമ്മുടെ നല്ല പ്രായം അങ്ങ് പോവും. അതാ ഞാൻ പറഞ്ഞേ. നീ എന്തെങ്ങനെ നോക്കുന്നത്? ഈ വാക്കുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അരവിന്ദ്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ കണ്ണുകളില്ല. ആ കണ്ണുകളിൽ നിന്ന് അവർ സത്യം തിരിച്ചറിയും. അത് തന്നെയാ പെണ്ണിന്റെ കഴിവ്. നന്ദനെ, നീ എന്തൊക്കെ പറയുന്നേ? വാക്ക് കൊടുത്തത് എന്റെ ഭർത്താവാ. അത് പാലിപ്പിക്കേണ്ടത് ഭാര്യയുടെ കടമയും. അതല്ലേ അതിന്റെ ശരി അരവിന്ദ്? തൃച്ചംബരത്തെ മുറ്റത്ത് പൊടിമണലിൽ ചിത്രം വരയ്ക്കുന്ന 2 കുഞ്ഞിക്കാലുകളെ സ്വപ്നം കാണാനും അവർക്ക് താരാട്ടുപാട്ട് പാടാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു ഭാര്യയുടെ ധർമ്മം പാലിക്കാനുള്ളതാണ്. ആ വാക്ക് പാലിക്കപ്പെടണം. അതാണ് ശരി. Good morning. Morning, madam. Morning, madam. Good morning, madam. Good morning, madam. Good morning, madam. Good morning. Good morning, madam. Good morning, Good morning, madam. Good morning. Good morning. മാഡം, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ശരി. ഓക്കെ മാഡം. ആനന്ദ്, നീ എന്ത് കരുതി എന്നെ പറ്റി? തൃച്ചംബരത്തെ കമ്പനിയുടെ MD സ്ഥാനത്ത് നാഗമഠത്തെ പെൺകുട്ടിക്ക് ഇരിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സെയിൽസ്, പർച്ചേസ്, മാർക്കറ്റിംഗ്
3 ഡിപ്പാർട്ട്മെന്റിന്റെയും മാനേജർമാർ വേഗം ക്യാബിനിലേക്ക് വരണം. മാഡം, ഇത് മിസ്റ്റർ ജയശങ്കർ. ഹലോ മാഡം, പർച്ചേസിംഗ് മാനേജറാണ്. ഇത് മിസ്റ്റർ തോമസ് മാത്യു, സെയിൽസ് മാനേജറാണ്. ഹലോ മാഡം. ഹലോ. ഇത് മിസ്റ്റർ ഹരിശങ്കർ, മാർക്കറ്റിംഗ് മാനേജർ. ഹലോ മാഡം. ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. Good morning. Good morning, sir. Morning. ഗുഡ് Good മോർണിംഗ് morning, സർ. sir. Morning. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. Good morning. സർ. ഗുഡ് മോർണിംഗ് Morning. സർ. റിപ്പോർട്ടിംഗ് തന്നെ. ഇതാ സർ. Okay, fine. ഗുഡ് മോർണിംഗ് Good morning. മാഡം, സെയിൽസിൽ നമ്മൾ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. Good morning. അങ്ങനെയൊന്നുമല്ല മാഡം, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. What's going on here? ആനന്ദ്, ഞാൻ സെയിൽസ്, പർച്ചേസിംഗ്, മാർക്കറ്റിംഗ് 3 ഡിപ്പാർട്ട്മെന്റ്സിലെ മാനേജേഴ്സുമായി ഡിസ്കഷനിലായിരുന്നു. Stop it! Who the hell are you? എന്റെ ഓഫീസിൽ കയറി വന്ന് എന്റെ ചെയറിലിരുന്ന് എന്റെ സ്റ്റാഫുമായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെടാൻ നിനക്ക് ആര് അധികാരം തന്നു? Come on. Clear out from here. Right now. ഓക്കെ സർ. പറഞ്ഞത് മനസ്സിലായില്ലേ? കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കാൻ. എന്നിട്ട് ഓഫീസിൽ നിന്ന് പുറത്തു പോ. കസേരയിൽ നിന്ന് മാറാം, പക്ഷെ ഓഫീസ് വിട്ട് ഞാൻ പുറത്തു പോവില്ല. നിന്നെ പിടിച്ച് ഞാൻ പുറത്താക്കും. ആനന്ദ്, ഞാൻ തൃച്ചംബരത്തെ മൂത്ത മരുമകളാണ്. ഏതർത്ഥത്തിൽ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. നീ എന്റെ ഭാര്യയല്ല. പിന്നെങ്ങനെ മരുമകളാകും? നിങ്ങളുടെ അമ്മ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എനിക്ക് എല്ലാ അധികാര അവകാശങ്ങളും ചേർത്ത് കൽപ്പിച്ചു തന്ന പട്ടമാണ്. ആ പട്ടം നീ അമ്മയുടെ മുമ്പിൽ പറത്തിയാ മതി. ഇപ്പോ ഈ ഓഫീസ് വിട്ട് പുറത്തു പോകാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് സൗകര്യമില്ല. എന്നെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. മര്യാദയ്ക്ക് പുറത്തു പോ. ഹ, പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഈ കൈയുടെ ചൂട് പല പ്രാവശ്യം നീ അറിഞ്ഞിട്ടുള്ളതാ. ഇനി എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ഛീ, എഴുന്നേക്കണേ അവിടുന്ന്. എഴുന്നേക്ക. ആനന്ദ്, കൈയ്യെന്നെ വിടാൻ. ആനന്ദ്, വിടാൻ. വിടാൻ. ഇനി ഇവിടെ നിന്നെ കാണാൻ ഇടവരരുത്. ദിസ് ഇസ് മൈ ഓഫീസ്.
Get out from here. എന്താ കാര്യം? ഇതിപ്പോൾ എന്താണ് നടന്നത്? എന്താ വരുന്നുണ്ട്? എന്താ സംഭവിച്ചത്? എന്താണെന്നറിയില്ല. ഗംഗേ, എന്താ ഇത്? നിനക്കിത് എന്താ പറ്റിയേ? നാണം കെട്ടുപോയി. ഇനി ചത്താ മതി. നീ കാര്യം പറ. ദേഷ്യം വരുന്നെന്ന് കരുതി ഫോൺ തല്ലി പൊട്ടിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? എന്താ സംഭവിച്ചെന്ന് പറ. ഇതിൽ പറയാൻ എന്ത് സംഭവിക്കാനിരിക്കുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം അറിയാതെ ഞാനിപ്പൊ എന്ത് മറുപടി പറയാനാ? ഞാൻ ഈ വീട്ടിലെ ആരാ ആന്റി? നീ ഈ വീട്ടിലെ മൂത്ത മരുമകൾ. അതിനിപ്പോ എന്താ സംശയം? അതെ, മൂത്ത മരുമകള്. എന്നെ ഇവിടുത്തെ മൂത്ത മരുമകളായി അഖിലാന്റി അംഗീകരിക്കുകയും ചെയ്തു. എല്ലാ അധികാരങ്ങളും തരുകയും ചെയ്തു. അതനുസരിച്ചാ ഞാൻ ഓഫീസിൽ പോയത്. എന്നിട്ട് എന്നെ ആനന്ദ് എന്നെ നാണം കെടുത്തി. ഓഫീസ് സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിച്ചു. കഴുത്തിന് പിടിച്ച് വെളി തള്ളി. ഇങ്ങനെ നാണം കെട്ടിട്ട് എന്തിനു ജീവിക്കണം ആന്റി? അല്ലെങ്കിലും നിന്നെ കാണുമ്പോ ആനന്ദിന് ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാണല്ലോ. ഗംഗേ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്നോട് പറ. ആ സ്റ്റാഫുകളുടെ മുൻപിൽ നഷ്ടപ്പെട്ട മാനം എനിക്ക് തിരിച്ചു കിട്ടണം. ഞാനും കമ്പനിയിൽ അധികാരമുള്ളവളാണെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. അതിന് ഞാൻ മാർഗം ഉണ്ടാക്കട്ടെ. ആദ്യം നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോവാ. നാടകോ? ആ, ഇത് സ്റ്റേജിൽ കളിക്കുന്ന നാടകമൊന്നും അല്ല. ഈ നാടകം അരങ്ങേറാൻ പോകുന്നത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലാ. അതിന്റെ ക്ലൈമാക്സ് നീ കണ്ടറിഞ്ഞോ? രംഗം 1. ഗംഗ തന്റെ മുറിയിലേക്ക് കേറി മുറിയടച്ചിരിക്കുന്നു. ബാക്കി രംഗങ്ങൾ കൂടി കേട്ടോ. വാ.
ഇരിക്കേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആന്റി. അപ്പോ എന്നാ പിന്നെ മാക്സിമം അഭിനയിച്ചങ്ങ് തകർത്തോണം. ഏ ദേ വാതിലടച്ച് കുറ്റിയിടണേ. വാ. പൊയ്ക്കോ പൊയ്ക്കോ. ഹോ. ചേച്ചി ചേച്ചി ആ എന്താ എന്തു പറ്റി? എന്റെ ചേച്ചി പറ വിലാസിനി, സഹദേവന് വല്ലതും പറ്റിയോ? അതൊന്നും അല്ല. നമ്മുടെ ഗംഗ. ഗംഗ? ഗംഗയ്ക്ക് എന്തു പറ്റി? ഗംഗ പുറത്തുനിന്ന് ഓടി കയറി വന്ന് എന്തോ ആപത്ത് പറ്റിയ പോലെ പൊട്ടിക്കരഞ്ഞോണ്ട് മുറിക്കകത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് കുഞ്ഞിന് എന്താ പറ്റിയെന്ന് അറിയാൻ ഞാൻ പിറകെ ഓടിച്ചെന്നു. അവള് വാതിലകത്തുനിന്ന് കുറ്റിയിട്ടു. ഞാൻ എത്ര മുട്ടി വിളിച്ചിട്ടും അവള് വാതിൽ തുറക്കുന്നില്ല. എന്റെ വേല ഏൽക്കുന്നില്ലേ? അഖിലയുടെ റിയാക്ഷൻ അത്ര പോരല്ലോ. ചേച്ചി, ഇവരെന്താ അനങ്ങാപ്പാറ പോലെ നിക്കുന്നേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫീലിങ്സും ഇല്ലേ? ചേച്ചി, അയ്യോ, വീണ്ടും വിചാരമൊന്നും ഇല്ലാത്ത പെണ്ണ. നമ്മളെ വിശ്വസിച്ച് വന്നു നിൽക്കുന്ന പെണ്ണല്ലേ? വല്ല കടുങ്കയും ചെയ്താ? വാ. അയ്യോ, ഗംഗേ, ഗംഗേ, വാതിൽ തുറക്ക്. ഗംഗ, ഗംഗ, ഗംഗേ, ഞങ്ങളാ, വാതിൽ തുറക്ക്. ഗംഗ, വാതിൽ തുറക്കാൻ. അയ്യോ ചേച്ചി, ഗംഗേ. ഗംഗ, എന്താ ഇത്? ഞാനാ പറയുന്നേ, വാതിൽ തുറക്കാൻ. അയ്യോ ഗംഗേ, വാതിൽ തുറക്ക് നീ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അഖിലേച്ചി ഇവിടെ ജീവനോടെ ഇല്ലേ? അയ്യോ ചേച്ചി, അയ്യോ, ഒരനക്കമില്ല ചേച്ചി. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഗംഗ, മോളെ നീ വാതിൽ തുറക്ക്. ഗംഗ, അയ്യോ ഗംഗേ, വാതിൽ തുറക്ക്. തുറക്കാൻ. ഗംഗ, വാതിൽ തുറക്കാൻ. ഗംഗേ, നാടകം കളിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഓവർ ആക്കുകയാണല്ലോ. ഗംഗ, വാതിൽ തുറക്ക്. ഗംഗ, വാതിൽ തുറക്കാൻ. വാതിൽ തുറക്ക്. എന്തിനിവിടെ പരിഹാരം ഉണ്ടല്ലോ. ഗംഗ, എന്താ ഇത്? ഗംഗ, എന്താ പ്രശ്നം? നീ പുറത്തുനിന്ന് ഓടി കയറി വന്നിട്ട് ഒന്നും മിണ്ടാതെ കരച്ചിലോടെ മുറിക്കകത്തോട്ട് കയറി വാതിലടച്ചതാ. ഞാൻ എത്ര വിളിച്ചിട്ടും നീ തുറന്നില്ല. എന്താന്ന് വെച്ചാ അഖിലേച്ചിയോട് പറ. എന്താ ഗംഗ, എന്താ ഇതിന്റെ ഒക്കെ കാര്യം? എന്തിനാ നീ കരയുന്നേ? പറയ്, കാര്യം തുറന്നു പറയ്. ഞാൻ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി നമ്മുടെ ഓഫീസിലേക്കൊന്ന് പോയി. ആനന്ദ് അവിടെ വന്ന് എന്നെ ഇറക്കി വിട്ടു.
ഓഫീസ് സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് എന്നെ നാണം കെടുത്തി ആന്റി. ഏൽക്കുന്നുണ്ട്. എന്റെ ഈ വേല കുറിക്ക് കൊള്ളുന്നുണ്ട്. ആന്റി, എന്നെ ഇവിടുത്തെ മൂത്ത മരുമകളായി അംഗീകരിക്കുകയും എല്ലാ അധികാരങ്ങളും തന്നതുകൊണ്ടാ ഞാൻ ഓഫീസിൽ പോയത്. എന്നിട്ട് ആനന്ദ് അവിടെ വന്ന്